നല്ലോണം പഴുത്ത പഴവും പാലും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇഡ്ഡലി പാത്രത്തിൽ ആവിയിൽ വെച്ച് വേവിച്ച നല്ലൊരു സ്വീറ്റ് റെസിപ്പി ആട്ടോ ഇന്നത്തേത്. ദാ ഇതുപോലെ വായിൽ അലിഞ്ഞിറങ്ങുന്ന നല്ലൊരു പുഡിങ്ങിന്റെ റെസിപ്പിയും കൂടിയാണേ. അപ്പൊ അതിനായിട്ട് ആദ്യം തന്നെ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. 1/2 കപ്പ് പഞ്ചസാരയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോവാതെ ദാ ഇതുപോലെ കാരമലൈസ് ചെയ്തെടുക്കുക. ഗ്യാസിന്റെ ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിലാക്കുക കേട്ടോ. ഇനി ചുറ്റും നെയ്യ് പറ്റി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് നല്ലോണം പഴുത്ത 2 റോബസ്റ്റ പഴം കേട്ടോ. കൂടെ തന്നെ 1/4 കപ്പ് പഞ്ചസാരയും 2 മുട്ടയും 1 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോ കവർ പാലാണേ. 1/2 ടീസ്പൂൺ വാനില എസൻസോ അല്ലാന്നുണ്ടെങ്കിൽ ഏലക്കപ്പൊടിയോ ചേർത്ത് ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്നുകൂടെ അടിച്ചെടുക്കാം. ഇനിയിപ്പം നമ്മുടെ തണുത്ത് വന്ന കാരമലൈസ് ചെയ്തതിലേക്ക് നമ്മുടെ മിക്സും കൂടി ഇതേപോലെ ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കുക. നല്ലോണം തന്നെ ഒരു ഫോയിൽ പേപ്പർ വെച്ചോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് വെച്ചോ കവർ ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ ഇഡ്ഡലി പാത്രത്തിലൊക്കെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ആവിക്ക് വെച്ച് വേവിച്ചെടുക്കാം ഇനി നമുക്ക്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഞാനൊരു 40 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലോണം തന്നെ പൊങ്ങി ശരിക്കും റെഡിയായി വന്നിട്ടുണ്ട്. ഇതേപോലെ സ്റ്റിക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കത്തി ഉപയോഗിച്ച് കുത്തി നോക്കുക. റെഡിയായെങ്കിൽ നമുക്കെടുത്ത് താഴെ ഇറക്കി തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കട്ട് ചെയ്ത് കഴിച്ചാൽ മാത്രം മതി. അപ്പൊ ഏറ്റവും സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന പുഡിങ് തന്നെയാണ്. എല്ലാവരും മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഒന്നും കൂടി ഒന്ന് തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ട്രൈ ചെയ്ത് നോക്കി കമന്റ്സ് ഒക്കെ മറക്കാതെ അറിയിക്കണേ.